എന്താ പറ്റിയണ്ണ? രാവിലെ തന്നെ വല്ലാത്ത മൂഡ് ഓഫ് ആണല്ലോ. എന്താ? നമ്മളെ കോളേജിലെ പരിപാടിയില്ലേ, അതിൻ്റെ കാര്യം ആലോചിച്ചിട്ടാ. അതിൻ്റെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ. എഡിറ്റ് ചെയ്തിരുന്നപ്പം ഇവരെയൊക്കെ ശരിക്കും അങ്ങോട്ട് മിസ്സാകുന്ന പോലെ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പോയല്ലേ, നല്ല രസമായിരുന്നു. പക്ഷേ അത് റിസോർട്ട് എങ്ങാണ്ടല്ലായിരുന്നു, മങ്കൊമ്പിലല്ലേ? മങ്കൊമ്പിലെ റിസോർട്ടായിരുന്നു. എന്തായിരുന്നു ആ റിസോർട്ടിൻ്റെ പേര്? എന്തായിരുന്നു? ബ്രൂക്ക് ഷോർ റിസോർട്ട്. ചെറുതാണെങ്കിലും സൂപ്പറായിരുന്നു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പക്ഷേ കുറച്ച് സമയം ഉള്ളായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ബ്രൂക്ക് ഷോർ റിസോർട്ട് ചെറുതാണെങ്കിലും അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു പോണ്ടിൻ്റെ അകത്തൊരു റെസ്റ്റോറൻറ്റ് പോലെയും 2-3 സ്ഥലത്ത് നമ്മൾ മാറി മാറി നിന്നെങ്കിലേ രസമുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പക്ഷേ മേളിൽ ഒരിടത്തായിരുന്നു കയറിയത്. അതെ, അതിൻ്റെ താഴെ കണ്ടായിരുന്നു എന്തുമാത്രം മീനുകളായിരുന്നു. അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 11 മണി ഒക്കെ ആയി നമ്മൾ തുടങ്ങിയപ്പം. എല്ലാവരും വന്നു തുടങ്ങിയപ്പോഴാണ്. അതൊന്നുമല്ല കണ്ടാസുവാണേ. അതുകൊണ്ടാ അവരെയൊക്കെ നമ്മൾ ഒത്തിരി നേരം നമ്മൾ നോക്കിയിരുന്നായിരുന്നല്ലേ. പക്ഷെ മേളിൽ നമ്മൾ ആദ്യം പോയെടുത്ത് ഇച്ചിരി ചൂടായിരുന്നു. പിന്നല്ലേ നമ്മൾ താഴെ ഒരിടത്ത് നമ്മളെല്ലാരും കൂടെ പോയി, അത് നല്ല രസമായിരുന്നു. പോണ്ടിന്റെ മുകളിലായിട്ട് അവിടെ നിന്ന് നമുക്ക് നന്നായി വരുന്നവരെ നമുക്ക് എളുപ്പം അറിയാനും പറ്റുമായിരുന്നു. അതെ. കുറേ നേരം കുറച്ച് പേരും കൂടെ വരാനുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലെ. കുറേ പേരൊക്കെ മിസ്സായി. അവരൊക്കെ ഗൾഫിലും ഒക്കെ ആയതുകൊണ്ട് കുറേ പേരൊക്കെ നമുക്ക് മിസ്സായി. എന്നാലും വരാൻ പറ്റുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്നായിരുന്നു. അത് നല്ല രസമായിരുന്നു. ആ ഭാഗം ഒന്നുകൂടെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അല്ലേ. ശരിക്കും രഹനയും മഹേഷൊക്കെ ഇനിയും വരാനുണ്ടായിരുന്നു. പക്ഷേ അവർ അത്രയും താമസിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. അവർ നമ്മൾ വരുന്നതിന് മുമ്പേ നമ്മൾ കേക്ക് മുറിച്ചായിരുന്നു അല്ലേ. നല്ല കേക്കായിരുന്നു. നല്ല എനിക്കൊന്ന് ബിന്ദി എങ്ങാണ്ടാന്ന് തോന്നുന്നു ആ കേക്ക് കൊണ്ടുവന്ന്. നല്ല കേക്കായിരുന്നു. പക്ഷെ അവരൊക്കെ പിന്നെയാന്ന് തോന്നുന്നു മഹേഷും അവരൊക്കെ വന്നത്. നമ്മളെന്തായാലും കുറച്ച് പേര് വരുന്നതിന് മുമ്പേ നമ്മളെന്തായാലും അത് കേക്ക് മുറിച്ച് നമ്മൾ. നല്ല കേക്കായിരുന്നു.
ആ കേക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്തു. ഇവിടെ ട്രേ ഉണ്ട്, ട്രേക്കകത്തൊക്കെ ചീത്ത വിളിക്കാതിരിക്കാൻ ഒന്ന് സൂചിപ്പിച്ചു. എന്തായാലും ഈ കൂട്ടായ്മയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഈ കൂട്ടായ്മ ഇനിയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. കാരണം എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ 31 പേരുണ്ടെന്ന് പറഞ്ഞു. മുഴുവൻ ആൾക്കാരും എത്തിയിട്ടില്ല. അടുത്ത നമ്മുടെ പരിപാടിക്ക് മുഴുവൻ ആൾക്കാരെ എത്തിക്കണം. അതുകൂടാതെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്നിട്ട് കാര്യം പറയാനാണ്. ഫാമിലിയെ വെച്ചോട്ട് കൊണ്ടുവരാത്തവരോട് എനിക്ക് എതിർപ്പാണ്. കാരണം ഇങ്ങനൊരു കൂട്ടായ്മ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഹായ് ആയാലും പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇത് ആദ്യം താങ്ക്സ് പറഞ്ഞ ഗിരിച്ചേണ്ട തന്നെയാണ്. വേറൊന്നുമല്ല, മനോജ് പറഞ്ഞ ഏത് പരിപാടിക്ക് വിളിച്ചാലും വളരെ ആദ്യം ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ്. അത് ഈവൻ നമ്മുടെ ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. പിന്നെ ഗിരിച്ചേട്ടൻ അല്ല, മനോജ് പറഞ്ഞതൊക്കെ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലാത്ത ഒത്തിരി പേരുണ്ട്. എനിക്കൊന്ന് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇഷ്ടംമാതിരി പേര്. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജിന് ഒരു റിയാക്ഷൻ. ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു ചോദ്യം. ജയസൂര്യയുടെ ഡ്രസ്സ് ഭാര്യയാണ്, എൻ്റെ കോസ്റ്റ്യൂം ചെയ്ത കണക്ക് ഈ ഭാര്യയാണോ? ശരി, ജയസൂര്യ 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 അവരെ രണ്ടുപേരാണ് പരീക്ഷിക്കുന്നത്. പിന്നെ ഈ കൂട്ടായ്മയിൽ വന്നതിൽ വളരെ സന്തോഷം. അത്താൻ പറഞ്ഞ എല്ലാവരെയും അറിയാം. അത്താനെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കേക്ക് കഴിഞ്ഞിട്ടേ ആ സ്ഥലത്ത് നിന്ന് നമ്മളിനി വേറൊരു പ്ലേസിലോട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2-3 പ്ലേസിലോട്ട് മാറി. കാര്യം ആ സ്ഥലം നമുക്ക് മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാര്യം അതിനുള്ള ഒരു അനുവാദം ആ റിസോർട്ടുകാർ നമുക്ക് തരുന്നുണ്ടായിരുന്നു അല്ലേ. ആ എല്ലാ പ്ലേസും നല്ല വൃത്തിയും നല്ല രസമുണ്ടായിരുന്നു. നല്ലോണം നമുക്ക് വേറെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മൾ ഈ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ പോയ ആ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ കോളേജിലൊക്കെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ചിലിരിക്കുന്നതിൻ്റെ ആ ഒരു ഫീലൊക്കെ അല്ലേ, പഴയ കുട്ടിക്കാലത്ത് ഉള്ള 25 വർഷത്തിൻ്റെ ആ ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഫീൽ ചെയ്തു. നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ആണല്ലേ. ഫ്രണ്ട്സുമാരെല്ലാം കൂടെ വന്നിട്ട് ഉള്ളത് അവിടെ വന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെറിയ ഒരു നറുക്കെടുപ്പും പരിപാടിയൊക്കെ ആ സമയത്തായിരുന്നു നമ്മൾ നടത്തിയത് അല്ലേ. അതും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നടത്തിയ ഒരു പരിപാടിയായിരുന്നു, നറുക്കെടുക്കും പരിപാടിയൊക്കെ. ആ സ്ഥലം നല്ലതായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ചിട്ട് നടുക്ക് ഡെസ്ക് ഇട്ടിട്ട് ചെയ്ത അത് നല്ലായിരുന്നു. എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. അവിടെ വന്ന് നമ്മൾ എല്ലാവരും ഒന്ന് അറേഞ്ച് ആയി കഴിഞ്ഞപ്പോഴാണ് മുജീബ് അവരൊക്കെ വന്നത് കേട്ടോ.
മുജീബിൻ്റെ വൈഫും മോളും ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ടേ ഒരു പിള്ളേരെല്ലാവരും കൂടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഡാൻസും പാട്ടും എല്ലാം നല്ല. എനിക്കൊന്ന് അനിതയുടെ 2 പിള്ളേര് നല്ല ഡാൻസും ഒക്കെ ആയിരുന്നു. പിന്നെ മോൻ എൻ്റെ ഇടക്കിടന്ന് വലിയ നമ്പറായിരുന്നു, നീലൻ. ആദ്യമേ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്തുനിന്ന് മാറാതിരുന്നു, എല്ലാവരുമായിട്ട് കൂട്ടായി. അതെ അതെ, അവിടെ ആ ഒരു പരിപാടി നല്ലതായിരുന്നു. പിന്നെ ബിന്ദിയുടെ മോള് പാടി. എനിക്ക് പാടാൻ പറ്റിയില്ല വെച്ചാൽ എനിക്ക് അതുകൊണ്ട് അന്ന് ആ പനി വന്നതിൻ്റെ ഇല്ല, തൊണ്ട എനിക്ക് ഭയങ്കരമായിട്ട് അടച്ചിരിക്കുന്ന കാരണം അമ്മമാർ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് പാടാൻ, എനിക്കത് പാടാൻ പറ്റിയില്ല. പക്ഷേ അത് ഇപ്പം ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ചേട്ടാ അതും കൂടെ ചെയ്യേണ്ടതല്ലായിരുന്നു. പക്ഷേ ഞാൻ ഡാൻസ് കളിച്ചു. അനിതയുടെ മോനും അവരൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്കായിരുന്നു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. നല്ലായിരുന്നല്ലേ? പിള്ളേരുടെ ആ പരിപാടി നല്ല എൻജോയ് ചെയ്തു നമ്മൾ. നല്ലായിരുന്നു. ഇതൊക്കെയാണ് ഭയങ്കര മിസ്സിങ് ആണ്, എല്ലാം ഭയങ്കര മിസ്സിങ് ആണ്. ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ പൂവേ പൂവേ ആനീരാരം പൂവേ ഈ മത്സരത്തിന് ഈ നറുക്കെടുക്കുന്ന പരിപാടി അത് നമ്മുടെ രജനീഷായിരുന്നു നറുക്കെടുപ്പിൻ്റെ മെയിൻ ആളായിട്ടൊക്കെ നിന്ന്. അപ്പം ആ നറുക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ, അത് ഫസ്റ്റ് പ്രൈസ് നമുക്കായിരുന്നു കിട്ടിയത്.
എനിക്കൊന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് റെജിനയ്ക്കാണ് തോന്നുന്നല്ലേ? അതെ അതെ. തേർഡ് പ്രൈസ് ലക്ഷ്മിക്കാണ് കിട്ടിയത്. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. കാര്യം നമുക്ക് അത് ഫസ്റ്റ് തന്നെ കിട്ടി. അത് നീലൻ ഇത് അത് നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു എല്ലാവരും പാട്ടൊക്കെ പാടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഈ നറുക്കെടുപ്പൊക്കെ നടത്തിയത്. അതെ 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 അതെ. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യും. ഫസ്റ്റ് പ്രൈസ് ഒരക്കം 3 ആണ്. എന്നാ മറ്റേക്കം 2 ആയിരിക്കും. അല്ല 1 ആയിരിക്കും. 2 3 23. പോയി എടുക്കണി ഓർമ്മ പൊക്കി പിടിയടാ. 3-1 ലക്ഷ്മി. അപ്പൊ തേർഡ് പ്രൈസ് നറുക്കെടുപ്പും എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള അല്ലേ വിശന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഒരു 2-2:30 ആയി കാണും അല്ലേ നമ്മൾ ആഹാരം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ? ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളല്ലേ കഴിച്ചു, ഞാനൊന്നും മറ്റേ ബീഫും ഇതൊന്നും കഴിച്ചില്ല. കരിമീൻ അതെ അതെ ബീഫ് ഉണ്ടായിരുന്നു, മീൻകറി അസാധ്യമായിരുന്നു. ആണല്ലേ? എല്ലാ കറികളും നല്ലായിരുന്നു അടിപൊളിയായിട്ട് കഴിച്ചു. എനിക്ക് ഞാൻ വെജ് ആയതുകൊണ്ടാവാം മാറണം എങ്കിലും അത് ആ സമയത്ത് ഞാൻ വെജ് കഴിക്കുന്നതാണ്. എല്ലാവരും എൻ്റെ ചോദിച്ചു, എടാ നീ നമ്മളെ മുമ്പിൽ എല്ലാവരും കഴിക്കുന്നത് കണ്ടിട്ടുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയണേ വെജ് നല്ലതായിരുന്നല്ലേ, നല്ല ടേസ്റ്റായിരുന്നു തോന്നുന്നു. അങ്ങനെ ഊണ് ഗംഭീരമാക്കി അല്ലേ? ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കരിമീൻ്റെ നല്ല അടിപൊളി കരിമീനും കുറച്ച് ചോറും ബീഫും കൂട്ടി കുഴച്ചിട്ട് ഫുഡ് കഴിഞ്ഞിട്ടാണ് അല്ലേ? ഫുഡ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കണക്ക് നറുക്കെടുപ്പും പരിപാടിയൊക്കെയായിരുന്നു. അതും ഇതുപോലെ കാത്തുമൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിൻ്റെ ആ അല്ലേ? രനീഷ് അതിൻ്റെ ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ എനിക്ക് തോന്നുന്നു പ്രൈസൊക്കെ കൊടുത്തു. പ്രൈസ് എല്ലാം കൊടുത്ത് ക്യാഷ് പ്രൈസ് ആയിരുന്നു. നമുക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. നീലനും കാത്തും പോയല്ലോ. അതെ അതെ, നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, നീലനും. അതെ അതെ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം നമ്മൾ ഒത്തിരി മത്സരങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തായിരുന്നു. കാര്യം മനോജിനെ അതിനെ ഇത് ചെയ്യണം. കാര്യം മനോജാണ് ഇതിനു വേണ്ടി മൊത്തത്തിലേ അതിൻ്റെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് ഇത്രയും കറക്റ്റ് ചെയ്ത്
അവൻ കൊണ്ടുവന്ന് എല്ലാം ഉണ്ട്. അപ്പോൾ അവൻ ഒത്തിരി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കത്. പക്ഷേ നമുക്കൊത്തിരി സമയം നമുക്കൊത്തിരി ഇതായി പോയത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇത് പറ്റിയത്. ഇപ്പം ആ സ്പൂണിൻ്റെ ഇതൊക്കെ നല്ല രസമായിരുന്നു പിള്ളേരുടെ. പക്ഷെ നമുക്ക് ഒത്തിരി കൂടെ ഗെയിം വെക്കാം. ഞങ്ങളൊന്നും നിങ്ങളെ കൊണ്ടൊക്കെ ഗെയിം ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ലെമൺ എന്തായാലും പറയാം, ലെമൺ സ്പൂൺ അല്ലേ, ലെമൺ സ്പൂൺ മത്സരം അടിപൊളി. വാടാ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഇത് തോന്നി, വിഷമം ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം, കാര്യം ഒത്തിരി സമയമായിരുന്നു. ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. അത്ര എളുപ്പം തീരുമല്ലേ, ഇത്രയും കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒരു വിഷമമൊക്കെ തോന്നി ഫോട്ടോഷൂട്ട് ചെയ്യാൻ. കാര്യം അറിയാം, ഫോട്ടോഷൂട്ട് ചെയ്യുമ്പം നമുക്ക് പോകാനുള്ള സമയമായി, അങ്ങനെ ഉള്ളൊരു മൈൻഡ് വന്നു തുടങ്ങി. അപ്പം ഫോട്ടോഷൂട്ടിനകത്തേ കുറച്ച് പേരെ ഉള്ള കാര്യം, എല്ലാവർക്കും പോകേണ്ടതാണ്ട് കുറച്ച് പേരൊക്കെ പതുക്കെ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പോയി ഫോട്ടോഷൂട്ടിന്. പിന്നെ അവിടെ ഉള്ളവർ മാത്രം കുറച്ച് ഫോട്ടോ, എന്നാലും നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തായിരുന്നു അല്ലേ? പിള്ളേരാണേലും ആ സമയത്തൊക്കെ കുറച്ച് കളികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഫോട്ടോഷൂട്ട് എനിക്ക് തോന്നേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ പോകാൻ തയ്യാറായിരുന്നു. കാര്യം ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ കുറേ ഫങ്ഷൻസ് പരിപാടിയൊക്കെ ഇല്ലായിരുന്നു. അതുകൊണ്ടാവും അവർ പോകാനൊക്കെ ഇതായി. അത്രയും നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിച്ചില്ല. നമ്മൾ ഒരു പ്രത്യേക ഒരു മൂഡായിരുന്നു. പ്രശ്നങ്ങളില്ല, ടെൻഷനില്ല, വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഒരേപോലെ നിന്ന്. പിന്നെ അനിതയുടെ ഹസ്ബൻഡ് ഗിരിചേട്ടനൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗിരിചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഇത് ചെയ്തേ. പിന്നെ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടില്ലേ? നീ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അങ്ങനത്തെ പ്രാവശ്യം തോന്നുന്നല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം ആണെങ്കിലും എൻജോയ് ചെയ്തില്ലേ? ഒരുപാട് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി ഗംഭീരമാക്കണം. ഗെയിമുകളൊക്കെ ഇനിയും വെക്കണം, ഞങ്ങൾക്കും അതിനകത്ത് പങ്കെടുക്കണം. നിങ്ങൾക്കും അതിനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാം നമുക്ക്. അത് എന്തെങ്കിലുമൊക്കെ ഇനി വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അതെ, ഇങ്ങനെ ചെയ്യണം. ഒരു വർഷത്തിൽ ഒരു വട്ടം എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടുന്നത് തന്നെ ഒരു നല്ല അനുഭവമാണ്. അപ്പം എല്ലാവരും പോകാനൊരുങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാറിനകത്ത് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു അല്ലേ? പോയാലേ പറ്റത്തുള്ളൂ. അടുത്ത ഇനി ഒരു നാളേക്കായിട്ട് കാത്തിരിക്കാം. അടുത്ത നമ്മൾ കൂടും.